ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഒരു നല്ലൊരു ഞായറാഴ്ച കഴിഞ്ഞിട്ട് തന്നെ പള്ളിയിൽ പോയിട്ട് തുടങ്ങാമെന്ന് വെച്ച് പൂനെയിലെ അണ്ടേവാടിയുള്ള ഈ പള്ളിയിലേക്കാട്ടോ ഞാൻ വന്നത്. ഞാൻ അവിടെ എത്തിയപ്പോഴത്തേന് കുർബാന ചെറുതായിട്ട് തുടങ്ങിയായിരുന്നു. ഒരു പുതിയ അച്ഛൻ്റെ ഒരു നോർമൽ കുർബാന. ഏതായാലും അച്ഛൻ്റെ പ്രസംഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ L2ൻ്റെ റിവ്യൂ പോലെ തന്നെയാണ് കേട്ടോ. ഒരു മിക്സ്ഡ് റിവ്യൂ ഒക്കെ കിട്ടാൻ പാകത്തിനുള്ള ഒരു വല്ലാത്തൊരു പ്രസംഗം. കുർബാനയൊക്കെ കഴിഞ്ഞ് അവിടുത്തെ ആവശ്യത്തിന് കളക്ഷനൊക്കെ എടുത്തു കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഡിമാർട്ടിലേക്ക് വന്നേ. ഇവിടെ നിന്ന് ആവശ്യമുള്ള സാധനങ്ങളൊന്നും ആദ്യം തന്നെ വാങ്ങിച്ചില്ലെങ്കിലും ഇതുണ്ടല്ലേ, ഈ ഒരു ഗ്ലാസ് മേടിച്ച്, പിന്നെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പെർഫ്യൂം മേടിച്ച്. ഡിമാർട്ടിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ സമയം പോകുന്ന അറിയയില്ല. നമ്മൾക്ക് കാണാൻ പാകത്തിന് കൺകുളിർക്കെ കാഴ്ചകൾ വന്നുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ അങ്ങനെ കുറേ സമയം തെണ്ടിത്തിരിഞ്ഞ് ഇത്രയും സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. അങ്ങനെ വാങ്ങിച്ച സാധനങ്ങളുടെയൊക്കെ ബില്ല് മേടിക്കാൻ ബിൽ കൗണ്ടറിൻ്റെ അടുത്തെത്തി. സാധാരണ ഡിമാർട്ടിൻ്റെ അടുത്ത് ബിൽ കൗണ്ടറൊക്കെ കളർഫുൾ ആയിരിക്കും. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല, ഇവിടുത്തെ ബിൽ കൗണ്ടർ കുറച്ച് ചെറുതാണ്. ആൾക്കാരൊന്നും അധികമൊന്നുമില്ല. വലിയ സുഖമൊന്നുമില്ലാന്ന്. രാവിലെ ഫുഡൊന്നും അടിക്കാണ്ട് ഇറങ്ങിയോണ്ട് തന്നെ ഇങ്ങനത്തെ ചെറിയ ചെറിയ എൻ്റർടൈൻമെൻറ്റുകളൊക്കെ ഉണ്ടെങ്കിലാണ് കുറച്ച് നേരം പിടിച്ചു വെക്കാൻ പറ്റുള്ളൂ. അങ്ങനെ റൂമിലെത്തി ഞങ്ങൾക്ക് ഞായറാഴ്ചയൊക്കെയാണല്ലോ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ വേണമല്ലോ. അങ്ങനെ പന്നിയിറച്ചി കഴിക്കാനൊരു മൂഡ്. അങ്ങനെ ഇവിടുന്ന് കുറച്ച് ദൂരം പോകാണ്ട് അവിടെ പന്നിയിറച്ചി നല്ല അടിപൊളിയായിട്ട് അൽവ കഷ്ണം പോലെ വെട്ടിത്തിന്ന് അതും മേടിച്ച് ഞങ്ങൾ നേരെ കേരള ഷോപ്പിലേക്ക് വന്നേ. ഇവിടെ മാത്രമാണ് ഈ ഐറ്റംസ് ഒക്കെ കാണാൻ കിട്ടുള്ളൂ. ഇവിടെ നിന്ന് കുറച്ച് മസാലയും പിന്നെ കുടംപുളിയും പിന്നെ അവിടുത്തെ സ്പെഷ്യൽ ഉണ്ണിയപ്പവും മേടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. തൊട്ട് തന്നെ അടുത്തുള്ള കരിക്കയുടെ നിന്ന് അടക്കയുടെ വലുപ്പമുള്ള 2 കരിക്കും കുടിച്ച് റൂമിൽ വന്ന് കറി പ്രിപ്പയർ ഒക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒന്ന് പുറത്തേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അതിന് തിരിച്ചു വന്നപ്പോൾ ഒരു 8ൻ്റെ പണി കിട്ടി. താഴേന്ന് കയറി ഞാൻ 7ാം നില എത്തുന്ന മുമ്പ് തന്നെ ലിഫ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഒന്ന് നിന്നുപോയി. കുറച്ചു നേരം വേർത്തെങ്കിലും പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടോ. ഇന്ന് ഞാൻ സ്പെഷ്യലായിട്ട് മേടിച്ച ഈ ഒരു തലയോട്ടി ഗ്ലാസ് ഇന്ന് തന്നെ ഉദ്ഘാടനം കഴിച്ചേക്കാന്ന് വെച്ചു. അങ്ങനെ കണ്ടില്ലേ, ഒരു ചെറിയൊരെണ്ണം എടുത്ത് അതിൻ്റെ കൂടെ നല്ല അടിപൊളിയായിട്ട് കുടംപുള്ളിയൊക്കെ ഇട്ട് വെച്ച ഈ ഒരു പന്നിയിറച്ചി കറിയും കൂടി. വാവ്, ഒരു വല്ലാത്തൊരു കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ. വല്ലാണ്ട് ഉറക്കം വന്നതുകൊണ്ട് തന്നെ നല്ലൊരു ഉറക്കം. അങ്ങനെ ഈ ഒരു ദിവസം ഇവിടെ കഴിഞ്ഞു. പിന്നെ രാത്രിത്തെ ചെറിയൊരു ഭാഗം ഉണ്ടെങ്കിലും അത് വീഡിയോ എടുത്തില്ല ഗൈസ്. അപ്പോൾ ബൈ ബൈ.